നമസ്കാരം. പി കെ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. 4 മണി പലഹാരത്തിന് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു അരിപ്പൊടി കൊണ്ടുള്ള ഒരു കിണ്ണത്തപ്പം. വളരെ സ്വാദിഷ്ടമായ ഒരു 4 മണി പലഹാരമാണ് ഈ കിണ്ണത്തപ്പം. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് ആദ്യം നോക്കാം. അരിപ്പൊടി ഞാൻ ഈ വറക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നൈസ് നമ്മുടെ നൂൽപുട്ടിനുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2 കപ്പ്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്ന മധുരത്തിന് ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ഞാൻ നല്ലോണം ഇടിച്ചു വെച്ചിട്ടുള്ളതാണ്. അതൊരു 4 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി നാളികേരം, പിന്നെ ഒരു 6 ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് ജീരകം, ഒരു 3 ഏലക്കായ, പിന്നെ അതിലേക്ക് ഒരു ചെറുപഴവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ആദ്യം നോക്കാം. ആദ്യം നമുക്ക് മാവ് കലക്കിയെടുക്കാം. 1 ബൗള് മാവ് എടുത്തിട്ടുണ്ട്. ഇനി 1 ബൗളും കൂടി, 2 ബൗള് മാവാണ്, അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു നുള്ളുപ്പ്. ഇനി നമുക്ക് തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഇട്ടിട്ട് അതൊന്ന് കലക്കിയെടുക്കാം. നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ ആദ്യം നമ്മൾ ഇതിനൊന്ന് കലക്കിയെടുക്കും. കലക്കിയിട്ട് മാവ് കലക്കി റെഡിയായിട്ടുണ്ട്. ഇനി ചിലവർ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഈസ്റ്റ് ചേർക്കാം. ഞാൻ അതിൽ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. ഈസ്റ്റോ സോഡാക്കാരൊന്നും ചേർത്തിട്ടില്ല. മയം കിട്ടണമെങ്കിൽ വേണമെങ്കിൽ ഈസ്റ്റ് ചേർക്കാം. അതൊന്നും ചേർക്കാതെയാണ് കലക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയിൽ മറ്റുള്ളവ ചതച്ചെടുക്കാം. ഏലക്കായ നമുക്കത് ചൂടാക്കി പൊടിച്ചിട്ട് ചേർക്കാം. പിന്നെ ആദ്യം നമ്മൾ അതിലേക്ക് ജീരകം ഇടാം. ജീരകം ഇട്ടു. നമ്മൾ പഴം അതിനകത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇട്ടു. പിന്നെ നാളികേരം. ഇതൊന്ന് ആദ്യം ഒന്ന് ചതയ്ക്കാം. നാളികേരം ചതച്ചു. ഇനി ശർക്കര അതിലേക്ക് ചേർക്കാം. എന്തെങ്കിലും പൊടിയാണെങ്കിൽ അതൊന്ന് സ്വല്പം വെള്ളം കൂടി ചേർക്കാം. ഒന്നും കൂടി അരച്ചെടുക്കാം. അത് അരച്ച് കഴിഞ്ഞു. ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഒരു മണമൊക്കെ ഉണ്ട്. ജീരകത്തിൻ്റെ നല്ല മണം വരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു 4 മണി പലഹാരമാണത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാവിലേക്ക് ഇതുകൊണ്ട് ഒഴിക്കാം. ഒന്ന് കലക്കിയിട്ട് വയ്ക്കണം. നല്ല സ്വാദുള്ളൊരു 4 മണി പലഹാരമാണ്. ഇനി അതിലേക്ക് നമുക്ക് എന്തൊക്കെ ചേർക്കേണ്ടറിയോ? ഇതിനകത്തേക്ക് നാളികേരക്കൊത്ത്, നെയ്യിൽ വറുത്ത് നാളികേരക്കൊത്ത് ഇടാം. വേണ്ടവർക്ക് വേണമെങ്കിൽ മുന്തിരി ഇടാം, അണ്ടിപ്പരിപ്പ് ഇടാം. അതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ ഇപ്പോൾ ഇതിൽ എന്താ ചേർക്കുന്നത് വെച്ചാൽ നാളികേരം, നെയ്യിൽ വറുത്ത നാളികേരമാണ് ഇതിൽ ചേർക്കുന്നത്. ആദ്യം നമുക്ക് നാളികേരം വറുത്തെടുക്കാം. മാവ് കലക്കി കഴിഞ്ഞു. ഇനി ഇതൊരു 3 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കണം. ഒന്ന് മയം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയാവും. 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും നാളികേരം കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനകത്ത് ചേർക്കാൻ നെയ്യിൽ മൂപ്പിച്ചിടാം. പുറമെ ഏലക്കായ പൊടിച്ചിട്ടും ചേർക്കാം. ഇനി ആദ്യം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഈ നാളികേരം കൊത്ത് മൂപ്പിച്ചെടുക്കാം. ആദ്യം നെയ്യ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം
അണ്ടിപ്പരിപ്പ് സോറി, നാളികേരം അണ്ടിപ്പരിപ്പ് എന്നാണ് പറഞ്ഞത്. നാളികേരം നല്ലത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാവിലേക്ക് ഇടാം. മാവ് നല്ല പാകത്തിന് കട്ടിയിലായിട്ടുണ്ട്. കൂടുതൽ വെള്ളം പാടില്ല. ഇങ്ങനെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഏലക്ക പൊടി പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് ചേർക്കാം. നമ്മുടെ ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അഥവാ മധുരം ആർക്കെങ്കിലും കമ്മി വേണ്ടവർക്ക് വേണമെങ്കിൽ ശർക്കര നമ്മൾ 4 ചേർത്ത് 5 ചേർത്താൽ മധുരം അതിനനുസരിച്ചിട്ട് കൂടും. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. മാവ് ഒരു നല്ലൊരു കുഴമ്പ് രൂപത്തിൽ കട്ടിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോറ് കൊണ്ടുള്ള വട ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു. പലരും നല്ല കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലർ ഫോണിൽ വിളിച്ചു ചോദിച്ചു എങ്ങനെ നന്നായി കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്നായി പറഞ്ഞു. എന്നാൽ ഇതും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു പലഹാരമാണ്, 4 മണി പലഹാരമാണിത്. ഒരു പരന്ന പാത്രം എടുക്കുക. അതിൽ അടിയിൽ നമ്മളൊരു ഇലക്കഷ്ണം വയ്ക്കുന്നുണ്ട്. ഒരു ഇലപ്പീസ് നമ്മൾ അതിനകത്തേക്ക് കറക്റ്റായിട്ടൊരു ഇലപ്പീസ് വയ്ക്കും. ഇതിനകത്തൊരു സ്വല്പം നെയ്യ് പുരട്ടുക. ഇലയിൽ ഒന്നങ്ങട് പുരട്ടുക. ഇലയിൽ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, അതിന് നല്ലൊരു മണം ഉണ്ടായിരിക്കും ഇലയിൽ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇല വെച്ചിട്ടുള്ളത്. നല്ലൊരു മണം കിട്ടും. ഇനി നമ്മളിതിലേക്ക് മാവ് ഒഴിക്കാം. നിറച്ചൊഴിക്കരുത്. ഒരു അരപ്പാത്രം വേവിക്കാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒന്ന് പൊങ്ങി വരും. അതുകൊണ്ടിത് നമ്മളെടുത്ത പ്ലേറ്റിൻ്റെ വട്ടത്തിലുള്ള പ്ലേറ്റാണ്. അതിനൊരു അരപ്പാത്രമാണ് നമ്മളിതിൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി വേവിക്കാൻ നമ്മൾ ഇഡ്ഡലി പാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചു. അതിനകത്ത് അടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. എൻ്റെ കുട്ടിക്കാലത്ത് പണ്ട് നെല്ല് വെക്കുന്ന സമയത്ത് നെല്ലിൽ ഇങ്ങനെ കിണ്ണത്തിൽ മാവ് കുറുക്കി ഒഴിച്ച് നെല്ലിൻ്റെ മീതെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കും. നല്ല ടേസ്റ്റുള്ളൊരു അപ്പമാണ്. ആ ഓർമ്മയാണ് എനിക്കിപ്പോൾ വരുന്നത്. ഇനി നമ്മൾ ഇഡ്ഡലിയുടെ തട്ടുണ്ടോ, ഇഡ്ഡലി തട്ടിനെ തിരിച്ച് വെക്കുക. ഇങ്ങനെയാണ് വെക്കേണ്ടത്. കുട്ടിക്കാലത്ത് നെല്ല് പുഴുങ്ങി അരി വേവിക്കാൻ വേണ്ടിയിട്ട്, അരി ആക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തട്ട് തിരിച്ചു വെച്ചു. അതിൻ്റെ മീതെ നമ്മൾ മാവ് ആക്കിയ പാത്രം വെച്ചു. ഇനി നമുക്ക് കത്തിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. ആവിയിൽ വെന്ത് വരട്ടെ. നെല്ല് പുഴുങ്ങണ സമയത്താണ് പാത്രത്തിൽ മാവ് കലക്കി അപ്പം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. എന്ന മാതിരിയുള്ള ഒരു പലഹാരമാണ് ഇത്. പക്ഷേ ഇതിപ്പം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്യുന്നത്. ഇനി അത് വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. നല്ല ആവി വന്നിട്ട് നല്ല സ്റ്റീമിൽ അത് വെന്ത് കിട്ടണം. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്.
ഇനി അതൊന്നും വെന്തോ എന്ന് നോക്കണം. നമ്മൾ ആദ്യം അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഈ ഒരു വെന്തോ നോക്കാൻ വേണ്ടി നമ്മളൊരു കമ്പിയോ അല്ലെങ്കിൽ കത്തിയോ കൂടെ കുത്തി നോക്കിയാൽ മതി. മാവ് നമുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ വേവ് കമ്മിയാണെന്നർത്ഥം. വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ഇരിക്കാം. ചെറുതായിട്ട് മാവ് പിടിക്കണ്ടേ. ഇപ്പോൾ അത് വെന്തിട്ടുണ്ടാവും. നമ്മൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം മാറ്റി വയ്ക്കാം. ചൂടാറിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അടുത്ത മാവ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ഇല വെച്ചു. ഇനി മാവ് ഒഴിക്കാം. പ്ലേറ്റിൽ തന്നെ വേണമെന്നില്ല, നമ്മൾ ഇഡ്ഡലി തട്ടിലും ഉണ്ടാക്കാം. ഇഡ്ഡലി തട്ടിലാകുമ്പോൾ നമ്മൾ ഹോളില്ലാത്ത ഇഡ്ഡലി തട്ടാണെങ്കിൽ അതിൽ നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിനകത്ത് സ്വല്പം നെയ്യ് ചേർക്കാം. ഇത്ര മതി, ഇത് മതി. ഇനി അടച്ചു വയ്ക്കാം. ചൂടാറിക്കഴിഞ്ഞ് നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റിയുള്ള ഒരു 4 മണി പലഹാരമാണ്. ആവിയിലുണ്ടാക്കുന്ന പലഹാരമായതുകൊണ്ട് ആർക്കും കഴിക്കാവുന്നതാണ്. എണ്ണയിലുണ്ടാക്കുന്ന പലഹാരമല്ല, ആവിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ആർക്കും കഴിക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ബട്ടൺ അമർത്താനും മറക്കരുത്. PK കിച്ചൻ്റെ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.